ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പഴുത്ത ചക്കയൊക്കെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് അച്ഛനൊരു ചക്ക പുട്ടുണ്ടാക്കി കൊടുക്കാവുന്ന. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ കുറച്ച് പഴുത്ത ചക്ക ഇതേപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ചക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യം ഉണ്ടാക്കാം കേട്ടോ. പഴുത്ത ചക്ക വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഈ ചക്ക പുട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് അതേപോലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അച്ഛന് ഇതേപോലെ ഈ ചക്ക വെച്ചിട്ടുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പെട്ടെന്ന് പറഞ്ഞു, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ നമ്മൾ പുട്ടെല്ലാം റെഡിയാക്കി ആവിക്ക് കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഉണ്ടെന്നും കൂടെ നോക്കാം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ വെച്ച ആ ലെയർ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ഇതേപോലെ മാങ്ങ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യും കേട്ടോ. പഴുത്ത മാങ്ങ ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരുന്നു കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് അച്ഛനെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട്. കഴിച്ചിട്ട് അച്ഛൻ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്.